ഹലോ, വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ ഏജൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ആയിട്ടാണ്. വെണ്ടയ്ക്ക പല രീതിയിൽ നമ്മൾ ചാറുകറിയായിട്ട് വെക്കുമെങ്കിലും നമുക്കത് തോരനായിട്ടോ മെഴുക്കുവരട്ടിയായിട്ടോ വെച്ച് കഴിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ഇഴുകലോ ഒരു പശപശപ്പൊക്കെ പോലെ അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ പെർഫെക്റ്റായിട്ട് ഒന്നൊന്നേ തൊടാതെ എങ്ങനെ നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്ത് കറി വെക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു നാരങ്ങയാണ്. അത് നമുക്കൊന്ന് മുറിച്ച് അതിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് ഈ കത്തിയുടെ രണ്ട് സൈഡും ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെണ്ടയ്ക്ക അങ്ങോട്ടേക്ക് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. നിങ്ങൾക്കിത് നീളത്തിലോ വട്ടത്തിലോ അരിയാം കേട്ടോ. ഞാനിവിടെ വട്ടത്തിലാണ് അരിയുന്നത്. അപ്പം ഇതുപോലെ കണ്ടോ, പെർഫെക്റ്റായിട്ട് ഒന്നൊന്നേ തൊടാതെ നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി പോഷക ഗുണങ്ങളുള്ളൊരു പച്ചക്കറിയാണ് നമ്മുടെ ഈ വെണ്ടയ്ക്ക. വയറിനകത്തെ ഗ്യാസിനും അൾസറിനും ഒക്കെ നല്ലൊരു മരുന്നായിട്ട് ഡോക്ടർമാർ തന്നെ വെണ്ടയ്ക്ക തോരൻ വെച്ച് കഴിക്കാനായിട്ട് നമ്മളോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഛർദി, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ഛർദിക്കൊക്കെ ഈ വെണ്ടയ്ക്ക തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. പക്ഷേ അതിൻ്റെ ആ ഇഴുകൽ കാരണം നമ്മൾ കഴിക്കാറില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ട്രിക്ക് ആർക്കെങ്കിലും നേരത്തെ അറിയാമെങ്കിൽ അവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നോർമലി നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് കഴിയുമ്പം കത്തിയും കട്ടിംഗ് ബോർഡും ഒക്കെ ഭയങ്കരമായിട്ട് ഒട്ടി ഇരിക്കുന്നതാണ്. ഇത് നോക്കിക്കുക, എല്ലാം നല്ല ക്ലീനാണ്. ഇനി നമുക്കിതിനായിട്ട് ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ മെഴുക്കുവരട്ടി വെക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ സാധാരണ മെഴുക്കുവരട്ടി എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ കൂട്ടത്തിൽ പാകത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച നാരങ്ങയില്ലേ, അതും കൂടി ഒന്ന് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. നാരങ്ങ ചേർക്കുന്നത് കൊണ്ട് മെഴുക്കുവരട്ടിക്ക് പുളി ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയോ ചെയ്യരുത്. അത് ഉപ്പിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ബാലൻസ് ആയി പൊക്കോളൂ. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് നിരത്തി വയ്ക്കാം. തുറന്ന് വെച്ച് വേവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. നമ്മളിത് തുറന്ന് വെച്ച് വേവിക്കുന്നത് കൊണ്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് അത് കുക്കായിട്ട് വരണം. വിറകടുപ്പിലും ഗ്യാസ് അടുപ്പിലും നമ്മൾ കുക്ക് ചെയ്യുന്നത് കൊണ്ട് അത് വേവാനെടുക്കുന്ന ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് ഇടയ്ക്ക് വെന്തോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതുമാണ്. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നോക്കിക്കേ, ഒന്നൊന്നേ തൊടാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് കറി കിട്ടിയിട്ടുണ്ട്. അപ്പം വെണ്ടയ്ക്ക തോരൻ ആ ഇഴുകലുള്ളത് കാരണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, താങ്ക് യു.